PM ശ്രീ വിവാദം കത്തിക്കയറുമ്പോൾ ഗാന്ധി ഘാതകൻ ഗോഡ്സെ എന്ന് തന്നെ പഠിപ്പിക്കുമെന്ന് പറയപ്പെടുന്ന VM ശിവൻകുട്ടിയുടെ നിലപാട് എന്താണ്? ഒരേ സമയം BJPയോടൊപ്പം അല്ലെങ്കിൽ കേന്ദ്ര നയത്തോടൊപ്പം നിൽക്കുകയും അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ താല്പര്യം എന്ന് പറയപ്പെടുന്ന തരത്തിൽ അവരുടെ പാർട്ടി നയം നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരുതരം ഇരട്ടത്താപ്പ് സമീപനമല്ലേ ഈ ശിവൻകുട്ടി സ്വീകരിച്ചിരിക്കുന്നത്? ശിവൻകുട്ടി മാത്രമല്ല, അതിനകത്ത് പിണറായി വിജയൻ്റെ പങ്കും പൂർണ്ണമായും എടുത്തു പറയേണ്ടതാണ്. കാരണം PM ശ്രീ ഒപ്പിട്ടത് കൊണ്ട് മാത്രം ഈ കേന്ദ്ര സിലബസ് പഠിപ്പിക്കുമെന്ന് കരുതണ്ട എന്നുള്ള വാദമാണ് ശിവൻകുട്ടി മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ കേരളം പഠിപ്പിക്കാൻ പോകുന്നത് ഗാന്ധി ഘാതകൻ ഗോഡ്സെ എന്ന് തന്നെയെന്ന് ആത്മാർത്ഥതയോടുകൂടിയാണോ ഈ V ശിവൻകുട്ടി പറയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ PM ശ്രീ ഒപ്പിടേണ്ട കാര്യമുണ്ടായിരുന്നു എന്നുകൂടി. കേന്ദ്ര സിലബസ് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒപ്പിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന കേന്ദ്രം, ആ കേന്ദ്രത്തിന്റെ തീരുമാനങ്ങളോട് യോജിച്ചു പോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിന് പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഈ പറയുന്ന PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു? ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. CPI പിണങ്ങി മാറി നിൽക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ CPI നിങ്ങളുടെ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ടോ മാത്രം അവരെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നത് ശുദ്ധ തെണ്ടിത്തരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയല്ല പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല നിങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കേണ്ടത് എന്ന് കൂടി പറയുകയാണ്. കാരണം കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ എപ്പോഴും RSS സ്ഥാപകൻ ഹെഡ്ഗേവാറയും സവർക്കറേയും ഉൾപ്പെടുത്തുമെന്ന BJPയുടെ മുൻ അധ്യക്ഷനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനായിരുന്ന K സുരേന്ദ്രന്റെ പ്രസ്താവന. ഈ K സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം മറുപടി നൽകിയത്. അതായത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വ്യാജ പ്രചരണം മാത്രമാണിത് എന്ന് മന്ത്രി വ്യക്തമാക്കുമ്പോഴും അതിനകത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഒപ്പിട്ടു എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരവില്ല. കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് BJP നേതാവിന് ധാരണയില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അസംബന്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നത് എന്നുള്ള ഒരു അഴകുഴമ്പൻ സമീപനമാണ് V ശിവൻകുട്ടി സ്വീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവച്ചത് എന്തുകൊണ്ട്? സംസ്ഥാനത്തെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനുമുള്ള ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇവിടെ സംസ്ഥാനത്തെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ വളരെ ഗതികേടിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നുണ്ടോ? അതോ അക്കാദമിക നിലവാരം വളരെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്കാണ് എത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടതുണ്ടോ? ഇതിനൊക്കെ ഉത്തരം ശിവൻകുട്ടി പറയണം. പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ, അദ്ദേഹം പറയേണ്ടതാണ്. അല്ലാതെ കേരളത്തിന്റെ സിലബസ് കേന്ദ്ര സർക്കാരിന് അടിയറവ് വയ്ക്കാനല്ല എന്നും PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് കൊണ്ട് മാത്രം കേന്ദ്ര സിലബസ് കേരളത്തിൽ പഠിപ്പിക്കുമെന്ന് കരുതണ്ട എന്നും ഒക്കെയുള്ള വലിയ വായില വർത്തമാനം നിർത്തിക്കോ. അതാ നല്ലത്. കാരണം കേരളത്തിന് സ്വന്തവും ശക്തവുമായിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയും വിദ്യാഭ്യാസ കാഴ്ചപ്പാടും ഉണ്ടെന്ന് കേരള സമൂഹത്തിനറിയാം. പക്ഷെ ആ കാഴ്ചപ്പാടുകളെയൊക്കെ അമ്പയെ മാറ്റി കുറിച്ചതാണ് നിങ്ങൾ, ഈ പിണറായി വിജയനും ഈ പൊതുവിദ്യാഭ്യാസ മന്ത്രിയും കൂടി മാത്രം. നിങ്ങൾ രണ്ടുപേർ മാത്രം അറിഞ്ഞ് ഒപ്പിട്ടെടുത്ത ഈ PM ശ്രീ പദ്ധതിയെക്കുറിച്ച് ഇനി നിങ്ങൾ നിങ്ങളുടെ ഘടകകക്ഷികളെ ആദ്യം ബോധ്യപ്പെടുത്തും, എന്നിട്ട് കേരള സമൂഹത്തിനെ ബോധ്യപ്പെടുത്താം. ഇവിടെ ചരിത്രത്തെ വളച്ചൊടിക്കുവാനും വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ കേരളത്തിൽ വിലപ്പോവില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുകയാണ് ഈ പിണറായി വിജയനും ഒപ്പം തന്നെ V ശിവൻകുട്ടിയും. ഇപ്പൊ പിണറായി വിജയൻ ആ പറച്ചിലൊക്കെ നിർത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയാം ഈ കേന്ദ്രവുമായിട്ട് കോർത്ത് മുന്നോട്ട് പോയാൽ അദ്ദേഹം ജയിലിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ആ പരിപാടിയൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് പുള്ളി. രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ വധിച്ച ഘാതകൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് നാഥുറാം വിനായക് ഗോഡ്സെ ആണെന്ന ചരിത്ര സത്യം കേരളത്തിന്റെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ആർക്കും മായ്ക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ അത് മായ്പിച്ചുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് എന്ന് ഏതെങ്കിലും ഒരു CPM കാരൻ ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടോ സഖാവേ? അതുകൂടി നിങ്ങൾ പറയേണ്ടതാണ്. മാത്രമല്ല കേരള സിലബസിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ മൂല്യങ്ങളും മതേതരത്വവും ഉയർത്തിപ്പിടിച്ചുള്ള വിദ്യാഭ്യാസം തന്നെയാകും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ തുടർന്ന് നൽകുക എന്ന് പറയപ്പെടുന്ന നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്നുകൂടി ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ ഈ പറയുന്ന PM ശ്രീ പദ്ധതി എന്ന് പറയപ്പെടുന്ന കേരളത്തിലെ എല്ലാ സ്കൂളുകളിലേക്കും പ്രാവർത്തികമാക്കിയില്ല എങ്കിൽ കൂടിയും നിങ്ങൾ നടപ്പാക്കേണ്ട ചില പദ്ധതികൾ ആ 360 സ്കൂളുകളിൽ നടപ്പാക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അവിടെ നടപ്പാക്കി കഴിഞ്ഞാൽ ഭാവിയിൽ വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ വരുന്ന കാലഘട്ടങ്ങളിൽ ബാക്കിയുള്ള സ്കൂളുകളിൽ കൂടി അത് നടപ്പിലാക്കേണ്ടി വരുമെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് എന്നത് ശിവൻകുട്ടി മനസ്സിലാക്കിയാൽ നല്ലതാണ്. ബാക്കിയുള്ള ഇപ്പോൾ പൊതുസമൂഹത്തിന് അതൊക്കെ മനസ്സിലായി കഴിഞ്ഞു. ഇവിടെ സുരേന്ദ്രൻ ആഗ്രഹിക്കുന്ന പോലെ ഹെഡ്ഗാവറയും സവർക്കറയും ഒക്കെ കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ശിവൻകുട്ടിയുടെ വാദം. മറ്റൊന്ന്, ഇത്തരം പ്രസ്താവനകളിലൂടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുവാനുള്ള BJPയുടെ ശ്രമം, ആ ശ്രമം വിലപ്പോവില്ല എന്നുകൂടി മന്ത്രി വ്യക്തമാക്കുമ്പോൾ
മന്ത്രി വ്യക്തമാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്തിനാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ RSSന്റെ അജണ്ട നടപ്പാക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് PM-ശ്രീ പദ്ധതി എങ്കിൽ എന്തിനു നിങ്ങൾ ഒപ്പിട്ടു? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ഒപ്പിട്ടത്? വെറും 1448 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു പദ്ധതിയാണോ? നിങ്ങളുടെ നയങ്ങൾ, നിങ്ങളുടെ നിലപാടുകൾ, നിങ്ങളുടെ ആശയങ്ങൾ എവിടെ പോയി? എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഹെഡ്ഗാവറെയും സവർക്കറെയും കുറിച്ച് പഠിപ്പിക്കില്ല എന്ന്, നാഥൂറാം വിനായക് ഗോഡ്സെയെ കുറിച്ച് പഠിപ്പിക്കുമെന്ന്. ഇതൊക്കെ തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നത് BJPയുടെ ചുമലിൽ ചാരി വയ്ക്കാൻ ശ്രമിക്കേണ്ട. അവർ നിങ്ങളോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാക്കിയതിനു ശേഷമാണ് അതിനകത്ത് ഒപ്പിട്ടത് എങ്കിൽ ഇതെല്ലാം അതിനകത്ത് ഉള്ളതായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒപ്പിട്ടത് എന്ന് കേരള സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും ഇവിടെ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതോടുകൂടി എന്താണ് ഇനി കേരളത്തിലും ഹെഡ്ഗാവറിനെയും സവർക്കറിനെയും കുറിച്ച് പഠിപ്പിക്കേണ്ടി വരുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് പൊള്ളിയത്? അല്ലെങ്കിൽ അപ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് മനസ്സിലായത് ഈ ദേശീയ വിദ്യാഭ്യാസം എന്ന് പറയപ്പെടുന്നത് ഇനി പൂർണ്ണമായ അർത്ഥത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായത്? ഇവിടെ ഇത് പഠിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും അത് പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ടി വരും എന്നുള്ളതാണ് സുരേന്ദ്രൻ പറഞ്ഞതെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്താൻ അത് ദൂരം കൂടുതലൊന്നുമില്ല. ശ്രീ ശിവൻകുട്ടി, നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടല്ലോ നിങ്ങളും നിങ്ങളുടെ ബോസായിട്ടുള്ള പിണറായി വിജയനും കൂടി ചേർന്ന് നടപ്പിലാക്കിയ ഈ പദ്ധതി നിങ്ങളുടെ മന്ത്രിസഭ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് തന്നെ എതിർപ്പാണ്. CPM-ലെ മന്ത്രിമാർക്ക് വരെ. നമ്മൾ CPI-യെ മാറ്റി നിർത്തുക, അവരവരുടെ നിലപാടും നയവുമായിട്ട് നിൽക്കുകയാണ്. അതിനകത്തൊരു അനുനയത്തിനും അവർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രാധാന്യം എന്ന് പറയപ്പെടുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടിക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ഇപ്പോഴെങ്കിലും അത് മനസ്സിലായി കാണുമോ? ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം എന്താണ് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായിക്കും ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലായതിനു ശേഷം മാത്രമാണ് ഇനിയും മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രൻ പറഞ്ഞത് ദേശീയ പൊതുവിദ്യാഭ്യാസ നയം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയും ഒന്ന് ശ്രമിച്ചു നോക്കൂ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒപ്പിട്ടതല്ലേ, നിങ്ങൾക്ക് ഇനി മനസ്സിലാകുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. മനസ്സിലാക്കാൻ കഴിയാത്ത മണ്ടന്മാരാണ് നിങ്ങളെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചത്. നിങ്ങൾക്ക് തിരിച്ചറിവില്ല എന്നുള്ളത് കൊണ്ട്. ഇനി മറ്റൊരു കാര്യം, ഏത് വിഷയത്തെക്കുറിച്ചും വളരെ ഗഹനമായിട്ടുള്ള അവരുടെ നിലപാടുകൾ പറയുന്ന ഒരു പാർട്ടിയാണ് CPI എന്ന് പറയപ്പെടുന്നത്. ആ CPI എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ നിങ്ങൾ പരിഹസിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. CPI കുരയ്ക്കും പക്ഷെ കടിക്കില്ല എന്നായിരുന്നല്ലോ ഇത്രയും നാളത്തെ നിങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം എന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ ആ പട്ടി കുരയ്ക്കുകയും അത് കുരയ്ക്കുകയും അത് കടിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് CPI-യെ പുറത്തു നിർത്തുവാനുള്ള നിങ്ങളുടെ ശ്രമം ഒരിക്കലും ഇനി നടക്കില്ല എന്നുള്ളതിന്റെ സൂചനകളാണ് അവർ മുമ്പോട്ട് പോയി. നിങ്ങളുടെ അനുനയത്തിലൊന്നും അവർ വീഴില്ല. കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി സഖാവ് ഇവിടെ നിന്നും CPI-യുടെ ഓഫീസിൽ പോയിരുന്നല്ലോ. CPI-യുടെ ഓഫീസിൽ പോയിട്ട് അവരുടെ ആസ്ഥാന മന്ത്രിമാരുടെ MN സ്മാരകത്തിലെത്തി GR അനിലെയും ഒപ്പം തന്നെ ബിനോയ് വിശ്വത്തിനെയൊക്കെ കണ്ട് കൂട്ടുപിടിച്ച് അവർ രണ്ടുപേരുടെ തോളിൽ ചാരി എന്നുള്ള പടമൊക്കെ നമ്മൾ ഇന്ന് പല പത്രങ്ങളിലും കണ്ടതുമാണ്. പക്ഷേ ആ പത്രങ്ങളിൽ കാണുന്ന പടത്തിന് അവർ നൽകുന്ന മാന്യത നിങ്ങളൊരു പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ് എന്നുള്ള നിങ്ങളുടെ പേരാണ്. അത് അന്വർത്ഥമാക്കുന്നതിന് നിങ്ങളിരിക്കുന്ന കസേരയ്ക്ക് അവർ നൽകുന്ന ഒരു അന്തസ്സുണ്ടല്ലോ, അതുകൂടിയാണ്, ആ ബഹുമാനമാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി, അതായത് ഈ കരിക്കുലം പരിഷ്കരണത്തിലും ഇനി കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ സൂചിപ്പിച്ചത്. അപ്പോൾ PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായിട്ട് എന്തെങ്കിലും ഡീലുണ്ടായോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കരാർ ഒപ്പുവെച്ചതിനെ കുറിച്ച് CPM-ലെ മറ്റു മന്ത്രിമാർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്. പിണറായിയും ശിവൻകുട്ടിയും മാത്രമാണ് ഈ വിവരം അറിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് സുരേന്ദ്രൻ പറയുന്നതിനോട് എന്തുകൊണ്ട് മറ്റുള്ളവർ സംസാരിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല? ഏതെങ്കിലും ഒരു മന്ത്രി പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ഇത് അറിഞ്ഞതാണെന്ന്? മന്ത്രിസഭയിൽ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ V ശിവൻകുട്ടി പറയുന്നത് ഹെഡ്ഗാവറിനെ കുറിച്ചും സവർക്കറിനെ കുറിച്ചും ഞങ്ങൾ പഠിപ്പിക്കില്ല, ഞങ്ങൾ പഠിപ്പിക്കുവാൻ പോകുന്ന കേരള സിലബസിൽ ഉണ്ടായിരുന്ന മഹാത്മാഗാന്ധിയെ കൊല ചെയ്യപ്പെട്ടത് നാഥൂറാം വിനായക് ഗോഡ്സെ തന്നെയാണ് എന്നുള്ള തരത്തിൽ ഞങ്ങൾ പഠിപ്പിച്ച് മുന്നോട്ട് പോകുമെന്ന്. ശിവൻകുട്ടി, അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി എന്ന് തന്നെ ചിലപ്പോൾ കേന്ദ്രം നിങ്ങളോട് പറയും. കേന്ദ്രാവിഷ്കൃത പദ്ധതികളാവുമ്പോൾ അത് ദേശീയ വിദ്യാഭ്യാസ നയമാകുമ്പോൾ ആ ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ പ്രാവർത്തികമാക്കണമെങ്കിൽ നിങ്ങൾ വളരെ കൃത്യമായി ആ പരിപാടി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമായിരുന്നു ഒപ്പുവെക്കേണ്ടിയിരുന്നത്. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം എന്താണ്? നിങ്ങൾ അതിനോട് യോജിക്കുന്നു, അല്ലെങ്കിൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് എന്തോ ലാഭം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്ത് ലാഭമാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ലാഭത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്ന് നിങ്ങൾ ഇനിയെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ഈ
PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതി എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കിപ്പിച്ചെങ്കിലും കൊടുക്കണം. അപ്പോൾ ഇവിടെ CPIക്ക് മനസ്സിലായിട്ടില്ല, അതിലെ ഘടകകക്ഷികൾ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിന് മനസ്സിലായിട്ടില്ല, അതുപോലെ തന്നെ RJDക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങളുടെ എല്ലാ ഘടകകക്ഷികൾക്കും മനസ്സിലായിട്ടില്ല. ഇനി നിങ്ങൾ അവർക്കാർക്കും മനസ്സിലായില്ലെങ്കിലും നിങ്ങളുടെ മന്ത്രിമാർക്ക്, CPMന്റെ മന്ത്രിമാർക്കെങ്കിലും അത്തരത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് ആരും പരാതി പറയാത്തതല്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. അവർ നിങ്ങളോട് ചോദിക്കാത്തതാണ്. പിണറായി വിജയനും മന്ത്രി V ശിവൻകുട്ടിയും മാത്രം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഈ ഒരു പദ്ധതിയിലെ ഒപ്പിടൽ എന്ന് പറയപ്പെടുന്നത് മന്ത്രിസഭയിൽ നിന്നുള്ള കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭയിൽ നിന്ന് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്ന തരത്തിലേക്ക് പോയവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ ശിവൻകുട്ടി പറയുന്ന ഈ വാദങ്ങളൊന്നും അടിസ്ഥാനരഹിതമാണ്. ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ PM ശ്രീയിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയേ പറ്റൂ. അത് നിങ്ങൾ മുൻപ് പറഞ്ഞത് RSSന്റെ അജണ്ട നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് RSSന്റെ അജണ്ട ഉണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ പറയുന്നു RSSന്റെ അജണ്ട ഞങ്ങൾ ഒപ്പിട്ടാലും നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങ് നിങ്ങളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതിയെന്ന് കേന്ദ്ര സർക്കാരും പറയും. അതുകൊണ്ട് ഈ പറ്റിക്കുന്നത് കൊള്ളാം, ജനങ്ങളെ നല്ലതാണ്, ഈ തരത്തിൽ വാചകമടിച്ച് പറ്റിക്കാൻ നല്ലതാണ്. പക്ഷേ അധികാരത്തിൽ തൂങ്ങുന്നതിനും ജയിലിൽ പോകാതിരിക്കുന്നതിനും വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ കുൽസിത പ്രവൃത്തികൾ എന്താണ് എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന മന്ത്രിമാരെയെങ്കിലും നിങ്ങൾ അറിയിച്ചു കൊടുക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.